ദേവേട്ടൻ ഇപ്പൊ പറഞ്ഞു വിളി കിട്ടി നേരെ ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയി ചെന്നു, ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ജോഷി സാറിന്റെ പടം എന്നുള്ളതിനപ്പുറം അന്ന് ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ദേവേട്ടന് അറിയാമോ? എനിക്കറിയില്ലായിരുന്നു. ആ, ആരാണ് ഇതിന്റെ റൈറ്റർ എന്ന് എനിക്കറിയില്ലായിരുന്നു. ജോഷിയേട്ടന്റെ ഒരു സിനിമ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ജോഷിയേട്ടന്റെ പടത്തിൽ ഒരു റോള് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം, ഒരു ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. ആണ് എത്തുന്നത്. അവിടെ ചെന്നിട്ട് ഡെന്നിസ് സാറുമായിട്ട് പരിചയപ്പെട്ടത് അവിടെ നിന്നിട്ട് ഈ ഡെന്നിസും ജോഷിയേട്ടനൊക്കെ താമസിക്കുന്നത് ഈ കേരള ഹൗസിലാണ്. അവിടേക്ക് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ജോഷിയേട്ടനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ജോഷിയേട്ടൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഡെന്നിസ് ജോസിനെ കാണുന്നത്. അതിന് സിഗരറ്റൊക്കെ വലിച്ച് എപ്പോഴും സിഗരറ്റ് കയ്യിലുണ്ടാവും. ഒരു നോട്ടം ഇങ്ങനെ ഉണ്ട്. താനെപ്പോൾ വന്നു? ഞാൻ പറഞ്ഞു ഇന്നലെ വന്നുള്ളൂ ചോദിച്ചാൽ. അപ്പോൾ ഇയാൾ എപ്പോഴും ഇങ്ങനെ പുക വെച്ചിട്ടുണ്ട്. നല്ല ഷോട്ടാണ് പുക വെച്ചിട്ട്. ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് വില്ലനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ റോളാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ടൊക്കെ എടുത്തത്. അവിടെ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നു. ഇതിൻ്റെ ഒരു ജുബ്ബ ഇട്ട് ഒരു വേസ്റ്റ് കോട്ട് ഒക്കെ ഇട്ടിട്ട് വന്നു. എന്നെ നോക്കി. കോസ്റ്റ്യൂമർ വിളിക്കും, കണ്ണടകൾ കൊണ്ടാ. അങ്ങനെ കുറേ കണ്ണടകൾ കൊണ്ടു. അങ്ങനെ ഒരു കറുത്ത തിക്കായിട്ടുള്ള ഗ്ലാസ് വന്നു. അത് വെച്ച് നോക്ക്, ഇത് മതി. എന്നോട് ചോദിക്കുന്ന ഒരു പ്രശ്നമില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടോ? നമ്മള് പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുകയാണ്. അല്ല, ഇത് കന്നഡ വെപ്പിച്ചൊക്കെ ഡെന്നിസ് സാറാണ് അപ്പം ചെയ്യുന്നതല്ല. അപ്പൊ എഴുത്തുകാരനാണേലും കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എങ്ങനെയായിരിക്കും അയാൾ നിൽക്കുക, നടക്കുക, കാണുക എന്നൊക്കെയുള്ള വലിയ ബോധ്യത്തിലാണ് നിന്നിട്ടുള്ളത് അല്ലേ? എനിക്ക് തോന്നുന്നത് ജോഷിയുടെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് എല്ലാ ഭാഷയിലും അഭിനയിച്ചെങ്കിലും ദേവേട്ടന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ദേവേട്ടനിലെ മലയാളീനെ ഒരു ഉത്തരേന്ത്യക്കാരനാക്കി മാറ്റുന്നതിനകത്ത് ആ കന്നഡയൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ സിനിമ നമ്മൾ കാണുമ്പോഴേ അത്രയും പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ഡൽഹിയിൽ നിങ്ങൾ ഓരോ ലൊക്കേഷനുകൾ ഫിക്സ് ചെയ്യും. ഇപ്പം പാർലമെന്റിന്റെ മുൻവശം അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള സമയമാണ്. അപ്പം പല സ്ഥലങ്ങളിലും ഒന്നിക്ക് പടയുന്ന ലൊക്കേഷൻ മാറും, അല്ലെ സീൻ മാറും. അവസാന നിമിഷങ്ങളിലാണ് പല നടന്മാർക്കും ന്യൂഡൽഹിയിൽ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അന്ന് ചെന്ന ഒരു ജോഷി സാറിന്റെ പടത്തിലെ പുതിയ വില്ലൻ എന്നുള്ള ദേവേട്ടൻ ഒരു ബാധ്യതയായിരുന്നു. അതൊരു പ്രശ്നമായിട്ടുണ്ടോ ആ സമയത്ത്? ഞാനിപ്പോ ഓർക്കുമ്പോഴേ എനിക്ക് അന്ന് ഒരു ഭയമോ പേടിയോ നെർവസ്നെസ്സോ ഇല്ല. കാരണം ഇതിന്റെ ഒരു സീരിയസ്നെസ് എനിക്ക് അറിയില്ല. മനസ്സിലായില്ലേ? എനിക്കിതിന് നമ്മൾ സീരിയസ് ആയിട്ട് വന്ന് ഈ അഭിനയിക്കാൻ വേണ്ടി വന്ന് വലിയ സീരിയസ് ആയിട്ട് ഞാൻ വേണ്ടി വാസ്തവത്തിൽ അവിടെ വന്നത് അന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂഡൽഹി എന്ന സിനിമ ഞാൻ അഭിനയിക്കുമ്പോഴും ഈ തൊഴിൽ ഞാൻ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അന്നത്തെ പ്രോബ്ലംസ് കാരണം. അപ്പോൾ എനിക്ക് എന്ത് റോള് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അപ്പോൾ ഡയലോഗ് കൊണ്ടുവന്നു, ഡയലോഗ് പറയാൻ പറഞ്ഞു, ഡയലോഗ് പറയുന്നു. അതല്ലാതെ എന്തെങ്കിലും ഈ ഭാവഭേദങ്ങൾ ഉണ്ടാക്കുകയെ അങ്ങനെയൊന്നും എനിക്ക് വരുന്നില്ല. അല്ലാതെ ഇത് ഒരു ഇനി അങ്ങോട്ട് ഇത്രയും വലിയ 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 ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു എഴുത്തുകാരന്റെ എഴുത്തായിട്ടോ അങ്ങനെയൊന്നും ആ സമയത്ത് ദേവേട്ടന് തോന്നുന്നതേ ഇല്ല. ഒന്നുമില്ല. കാരണം എത്രയോ സിനിമകൾ പിന്നെ നമ്മൾ കാലാന്തരത്തിൽ ഇപ്പൊ ഇന്ന് പോലും ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് നോക്കുമ്പം മലയാളികൾ അംഗീകരിച്ച എത്ര സിനിമകളും കഥാപാത്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? അങ്ങനെയുള്ളൊരു എഴുത്തുകാരന്റെ ഡയലോഗുകളാണെന്നുള്ള ബോധ്യത്തിലൊന്നും അല്ല ദേവേട്ടൻ അന്ന് ന്യൂഡൽഹി പിടിക്കുന്നത്. ഇല്ല.